ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ക്യാരറ്റ് വേണം, സപ്പോള, അതുപോലെ തന്നെ പയർ, ബീൻസ്, ചേനയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ സാമ്പാർ കിറ്റിൽ മേടിച്ചപ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ള ഒരു അടിപൊളി അവിയലുണ്ടാക്കാം നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനത്തെ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ പയറൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കത് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ ഇങ്ങനെ പൊളിച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കനം കുറവിൽ കിട്ടും. അപ്പോൾ നമ്മുടെ അവിയലിനൊക്കെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കൂടുതലായിട്ട്. അപ്പോൾ ഈ പച്ചക്കറിയും അതിൻ്റെ ആ ഒരു അവിയലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നാളികേരത്തിൻ്റെ അരപ്പ് ശരിക്കും പിടിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പയറും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പയർ നമ്മൾ അരിയുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യം ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് പിന്നെ അതിനൊന്നും കൂടെ പൊളിച്ചരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തേക്കുക. നല്ല ഫ്രഷ് പയറായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ മേടിച്ചത്. അത് കാരണം നല്ല അരിയാനായാലും നല്ല സുഖമാണ് നമുക്ക്. എന്നിട്ട് ഇതിനെ നമ്മൾ നേരെ ഒന്ന് പകുതിയാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പയർ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. ഇത് നമ്മൾ ചെറുതാക്കുമ്പോൾ നമുക്ക് പയറാണെന്ന് പെട്ടെന്ന് തോന്നില്ല, കാരണം അത്രയും അതിൽ അലിഞ്ഞ് ചേർന്നോളും. അങ്ങനെ നമ്മുടെ പയറും അരിഞ്ഞ് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ വീട്ടിൽ ചേനയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബീൻസ്, കൊത്തമര, ഇതൊക്കെ നമുക്ക് നമ്മുടെ അവിയലിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് നമ്മളൊരു അടിപൊളി അവിയലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പയറും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് സബോളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ പയറും ക്യാരറ്റൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. അതിന് നമുക്ക് സബോളയും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിയും. അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരവും നമുക്കൊന്ന് ചെരുകി വെക്കണം കേട്ടോ. അതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. സബോള ഇത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കായയാണ്. കായ ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അത്യാവശ്യം പകുതിയാക്കിയിട്ട് അതിനെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേണം നമുക്ക് കായേനെയും അരിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കായേന്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കായ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പാത്രത്തേക്ക് ആയിട്ട് മാറ്റുന്നത്, കാരണം കുറച്ച് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ കറ കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ ജാറിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരവും അതുപോലെ തന്നെ പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ് ഇതിന് വേണ്ടത്. നമ്മൾ വേറെ പൊടിയായിട്ട് അധികം ചേർക്കില്ല. അപ്പോൾ നമുക്ക് പച്ചമുളകിൻ്റെ എരിവ് എന്തായാലും വേണം. അപ്പോൾ 2-3 പച്ചമുളക്, അതുപോലെ തന്നെ സബോള അല്ലെങ്കിൽ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും മതി. ഉള്ളി, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, അരപ്പായിട്ട് തന്നെ വേണം നമുക്ക്. അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ചിലവരിൽ വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും. വേപ്പിലൊക്കെ ഇടുന്നവർക്ക്, വേപ്പില ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലോണം വേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മുടെ പച്ചക്കറി നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കായൊക്കെ നല്ലപോലെ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പും പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിന് പുളി, നമ്മുടെ കോൽപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല കട്ടിയായിട്ട്, എന്ന് വെച്ചാൽ അധികം വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് പിഴിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.